ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ദൈവത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും തരാൻ പറ്റാത്തൊരു സന്തോഷമാണ്. മനുഷ്യന് നൽകുന്ന സന്തോഷമുണ്ട്. ചിലപ്പം ആ സന്തോഷം അവർ പിൻവലിക്കും. ചിലപ്പം ബാങ്കിലൊക്കെ പൈസ ഇട്ടതിന് ശേഷം അത് പിൻവലിക്കില്ലേ എന്ന് പറയുന്ന പോലെ മനുഷ്യർ ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിക്കും. കുറച്ച് നാൾ കഴിയുമ്പം അവർ തന്നെ ചില വാക്കുകളൊക്കെ പറഞ്ഞ സന്തോഷം മൊത്തമായിട്ട് നമ്മളിൽ നിന്ന് പിൻവലിച്ച് കളയും. അതുപോലെ തന്നെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സന്തോഷം ലഭിക്കും. പക്ഷേ ചില മണിക്കൂറുകളോ മിനിറ്റുകൾക്കുള്ളിലോ ആ സന്തോഷം അവസാനിക്കും. വീണ്ടും അത് കിട്ടണമെങ്കിൽ വീണ്ടും അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എന്നാൽ ഒരിക്കൽ ലഭിച്ച സന്തോഷം മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തമ്പുരാൻ നൽകുന്ന സന്തോഷം മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തിൻ്റെ സന്തോഷം സ്വീകരിക്കുക. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മറ്റാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ദൈവത്തിൽ നിന്നുള്ള സന്തോഷത്തെ സ്വീകരിക്കുക. ആ സന്തോഷത്തിൽ തന്നെ ജീവിക്കുക, അതിൽ തന്നെ നിലനിൽക്കുക. നിങ്ങളെ ആർക്കും കരയിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ ഇടിച്ചു താത്തുവാനോ സാധ്യമല്ല. അതിനൊക്കെ പോകുന്നതായിരിക്കാം വാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ ദൈവിക സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിനാലും തകർന്നു മാറ്റപ്പെടുകയില്ല. അവരെപ്പോഴും ഒരു ഭാഗത്ത് അവർ സന്തോഷിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കീ സ്പോൺസർ തന്നെയാണ്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം നൽകിയ കരുതലിനും സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവരെ കൂടുതൽ കരുതിയല്ലോ. ഇനിയും ഈ ഒരു വർഷം കൂടുതൽ അങ്ങ് കരുതുകയും അങ്ങ് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വീട്ടിലിരിക്കരുത്, നേരിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിലേക്ക് ചെന്ന് ആരാധനയിൽ പങ്കെടുക്കുക. അത്രയും ഒരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ച് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. നാളത്തെ ദിവസം ദൈവം വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യാനായിട്ട് പോകുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ഇന്നത്തെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കുകയും ചെയ്യാം. Welcome back to the Year of the Supernatural 2026 and welcome to the Year of the Supernatural Beginnings. ഈ ഒരു വർഷം എന്ന് പറയുന്നത് പ്രകൃത്യാതീതമായ അമാനുഷികമായ സാധ്യതകളുടെ വർഷമാണ്. കൂടാതെ ഈ മാസം ജനുവരി എന്ന് പറയുന്നത് അമാനുഷികമായ പ്രകൃത്യാതീതമായ തുടക്കങ്ങൾ ജീവിതത്തിൽ കുറിക്കുന്ന, അത് ആൺകുട്ടികൾ, പെൺകുട്ടികൾ, യുവാക്കന്മാർ, പ്രായമുള്ളവർ, വിവാഹം കഴിഞ്ഞവർ, കഴിയാത്തവർ, കുഞ്ഞുങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ ശക്തനാണ്. കർത്താവ് നമുക്കൊരു ട്രാക്ക് തന്നു. ഈ വർഷം മോർണിംഗ് ഗ്ലോറിക്ക് നമ്മൾക്ക് ഒരു ഗൈഡ് ബുക്കുണ്ട്. ഈ വർഷത്തെ ദ ഇയർ ഓഫ് ദ സൂപ്പർനാച്ചുറൽ 2026, അതിൽ ഡയറി ആൻഡ് സെർമൺ നോട്ട് കീപ്പർ, അതിലെ പേജുകൾ അനുസരിച്ചാണ് നമ്മൾ ഈ വർഷത്തെ മോർണിംഗ് ഗ്ലോറി മുന്നിലേക്ക് പോകുന്നത്. സോ എനിക്ക് തോന്നുന്നത് എത്ര പേർക്കത് കിട്ടിയിട്ടുണ്ട്? കിട്ടിയവരൊക്കെ ഒന്ന് ലൈവ് ചാറ്റിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഇത് കൈവശമുള്ളവർ. ഐ ഹാവ് ബ്ലെസ്സിങ് ടുഡേ ഡയറി. ബ്ലെസ്സിങ് ടുഡേ ഡയറി എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഡയറി എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കിട്ടി. കിട്ടാത്തവരുണ്ടെങ്കിൽ ആമസോണിൽ ലഭ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ചെന്ന് ആവശ്യപ്പെടുക. ഇതിന് ഭയങ്കര വിലയാണ്. ശരിക്കും പറഞ്ഞാൽ 460 രൂപ എന്തോ ആണ് ഈഗിൾസ് ഡയറി ഇതേപോലെ ക്വാളിറ്റിയിൽ പ്രിൻ്റ് ചെയ്തതിന് അവർ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ചില സ്പോൺസേഴ്സും ആഡൊക്കെ തന്നത് കൊണ്ട് നമുക്കിത് കുറഞ്ഞ വിലയ്ക്കാണ് നമ്മളിവിടെ കിട്ടുന്നത്. ആമസോണിൽ എങ്ങനെ പ്രൈസിങ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, കയ്യിലുള്ളവരൊക്കെ എടുക്കുക. ആദ്യത്തെ 2 ദിവസം നമ്മൾ പിന്നിട്ട് ജനുവരി 3 നമ്മൾ വന്നിരിക്കുന്നു. ജനുവരി 3 പേജ് എടുക്കുക. എത്ര പേരുടെ കയ്യിൽ പേനയുണ്ട്? പേന എടുക്കുക. ഒരല്പം വെള്ളം എന്തെങ്കിലും ഇടയ്ക്ക് കുടിക്കണമെങ്കിൽ അല്പം വെള്ളമൊക്കെ എടുത്ത് വെച്ചോ. എനിക്കൊരല്പം ഇവിടെ ഇരിപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് പോകാം. ഇന്നത്തെ ഫോക്കസ് വേർഡ് പറയാമോ? ടൈപ്പ് ചെയ്തിടുക. വിസ്ഡം, ജ്ഞാനം. എല്ലാവരും
ടൈപ്പ് ചെയ്തിടുക, വിസ്ഡം 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 വിസ്ഡം. കമൻറ്റ് സെക്ഷനിൽ മാക്സിമം കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്യുക, ലൈവ് ചാറ്റിലല്ല. ലൈവ് ചാറ്റിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡിസപ്പിയർ ചെയ്ത് പോകും. എന്നാൽ യൂട്യൂബുള്ള കാലത്തോളം ഇതുണ്ടാവും. അത് കൂടാതെ ഒരു ഇന്നത്തേക്ക് വേണ്ടിയിട്ടൊരു ഫോക്കസ് വേഴ്സ് ഉണ്ട്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5, യാക്കോബിൻ്റെ ലേഖനം 1:5. അതിൽ പറയുന്നത്, ഇഫ് എനി വൺ ഓഫ് യു ലാക്സ് വിസ്ഡം യു ഷുഡ് ആസ്ക് ഗോഡ് who gives generously to all without finding fault, and it will be given to you. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ജ്ഞാനികളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജ്ഞാനം കുറവുള്ളവരുണ്ടോ? നമുക്കെല്ലാവർക്കും കുറവുണ്ട്. നമ്മളാരും, ദൈവം സർവജ്ഞാനിയാണ്, എല്ലാം അറിയാം, ദൈവത്തിന് എല്ലാം അറിയാം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുന്തോറും നമുക്ക് മനസ്സിലാകും ഒന്നും അറിയില്ല. എനിക്കങ്ങനെയാണ്. ഓരോ വർഷം കഴിയും തോറും എൻ്റെ കർത്താവ് എന്തെല്ലാം ഇനി അറിയാൻ കിടക്കുന്നു, വചനത്തിൽ തന്നെ എന്തെല്ലാം കിടക്കുന്നു. ഓ മൈ ഗോഡ്, ഇത് മഹാസമുദ്രം പോലെയാണ് ജ്ഞാനം. ഇതെല്ലാം ഉള്ളവനാണ് ദൈവം. ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവിടെ പറയുന്നത്, യു ഷുഡ് ആസ്ക് ഗോഡ്, ദൈവത്തോട് ചോദിക്കുക. ബിക്കോസ് ഹി ഈസ് ഓംനിഷ്യന്റ്, ഹി ഈസ് അൻ ഓൾ നോയിങ് ഗോഡ്, എല്ലാം അറിയാമല്ലോ. ഹു ഗിവ്സ് ജനറസ്ലി ടു ഓൾ വിതൗട്ട് ഫൈൻഡിങ് ഫോൾട്ട്. കുറവുകളൊന്നും നോക്കാതെ അവൻ ധാരാളമായി അവനത് നൽകും. ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. നിങ്ങൾക്കത് നൽകപ്പെടും. ഒരു ഡെക്ലറേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ റെസ്റ്റ് അപ്പോൺ മീ, ഐ വിൽ മേക്ക് വൈസ് ചോയ്സസ് ടുഡേ പറഞ്ഞിട്ടുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ റെസ്റ്റ് അപ്പോൺ മീ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് എൻ്റെ മേലുണ്ട്. എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് അതൊന്ന് പറഞ്ഞേ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ് എൻ്റെ മേലുണ്ട്. ഐ വിൽ മേക്ക് വൈസ് ഡിസിഷൻസ് ടുഡേ. ഞാൻ ഇന്ന് ജ്ഞാനത്തോടുകൂടെ തീരുമാനങ്ങളെടുക്കും. ഇതതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഒരാൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. മലയാളത്തിലിടുക, വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷ അറിയാമെങ്കിൽ അതെല്ലാം അങ്ങ് എടുത്തിട്ടു. വാവ്. മാത്രമല്ല, പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെ നിന്നാണെന്നൊക്കെ അങ്ങ് ടൈപ്പ് ചെയ്തിടുക കമൻറ്റ് സെക്ഷനിൽ. വാവ്. ഇന്നത്തെ ഈ ഡെക്ലറേഷൻ ഇന്ന് തന്നെ അനേക പ്രാവശ്യം പറയണം. കഴിവതും ഇന്നത്തെ ഫോക്കസ് വേഴ്സ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5 ബൈ ഹാർട്ട് അങ്ങ് പഠിക്കുക. പല പ്രാവശ്യം അങ്ങ് പറഞ്ഞാൽ മതി. ഇത് കയ്യിലുണ്ടല്ലോ. ഇന്ന് ഞാൻ പറയുന്ന പല കാര്യങ്ങളും, അതിൽ പ്രധാന കാര്യങ്ങൾ ആ പേജിൽ, ജനുവരി 3 പേജിൽ അടുക്കും ചിട്ടയോടുകൂടെ എഴുതുക. അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും സ്ക്രിബിൾ ചെയ്ത് വെച്ച ശേഷം പിന്നീട് ഓർഡറിൽ നന്നായിട്ട് എഴുതുക. സ്കെച്ച്, ചിലരുടെയൊക്കെ നോട്ട്സ് കണ്ടാൽ നമ്മൾ ഊരിത്തിരിച്ചു പോകും. ചിലർക്ക് എനിക്ക് ഇമേജ് ഫോട്ടോ എടുത്തൊക്കെ അയച്ചു തരും. ഭയങ്കരമായി കളർ ചെയ്ത് പല കളറിലെ പെൻ കൊണ്ട്, പെൻസിൽ കൊണ്ടൊക്കെ എഴുതി കളർഫുൾ, ഭയങ്കര രസമായിട്ട് നോട്ട്സ് കൊതി വരും. അതുപോലെ എഴുതുന്ന ആമ്പിള്ളേരും പെമ്പിള്ളേരും പ്രായമുള്ളവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് ചില ചിന്തകളിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും പറഞ്ഞ വിസ്ഡം, ഇന്നത്തെ ഫോക്കസ് വിസ്ഡമാണ്, ജ്ഞാനം. അപ്പോൾ നമ്മൾ പുതിയ ആരംഭങ്ങളിലൂടെ ഇന്നലെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു, ഇന്ന് ജ്ഞാനമാണ്. ഇതെല്ലാം പ്രഷ്യസ് പേൾസാണ്. വിസ്ഡം ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് വൈസ് ഡിസിഷൻസ്. ജ്ഞാനത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയാൽ തന്നെ ലൈഫ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ജ്ഞാനം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മാർക്ക് മൈ വേർഡ്സ്, God will guide their decisions, their choices, so their steps will align with His will. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അലൈൻ ചെയ്തുകൊണ്ടുള്ള ചുവടുകളെടുക്കാൻ അവർക്ക് ഇടയാവും. അപ്പോൾ ഈ ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5 ഒന്നുകൂടെ ഈ കീ വേഴ്സ് പല പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇഫ് എനി വൺ ഓഫ് യു ലാക്സ് വിസ്ഡം, ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നെങ്കിൽ യു ഷുഡ് ആസ്ക് ഗോഡ്, ദൈവത്തോട് ചോദിക്കണം. ഹു ഗിവ്സ് ജനറസ്ലി ടു ഓൾ വിതൗട്ട് ഫൈൻഡിങ് ഫോൾട്ട്. ഒരു കുറവും നോക്കാതെ ധാരാളമായി നൽകുന്ന ദൈവം അയാൾക്ക് ജ്ഞാനം നൽകും. ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. അപ്പം ഇവിടെയും ഈ യാക്കോബ് ഇത് എഴുതുമ്പോൾ ആദ്യം മുതൽ വായിച്ചാൽ അറിയാം, 1 അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ അറിയാം,
യാക്കോബ് എന്ന് ഉദ്ദേശിക്കുന്നത് യേശു കർത്താവിനോടൊപ്പം അതേ വീട്ടിൽ ജനിച്ചു വളർന്ന തൻ്റെ ഹാഫ് ബ്രദറാണ്. ഒറ്റ വീട്ടിലാണ് അവർ ജീവിച്ചത്. ഒരുപക്ഷെ 10-30 വർഷം എന്ന് വെച്ചാൽ തൻ്റെ ഇളയ സഹോദരനാണ്, അതുകൊണ്ട് അതിന് അത്രയും വർഷങ്ങൾ കുറവ്. ഒരുമിച്ച് ഒരു മുറി കിടന്നുറങ്ങിയവരായിരിക്കും, ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കും യാക്കോബ്. അദ്ദേഹം ആർക്കാണ് എഴുതുന്നറിയാമോ? ബിലീവേഴ്സ് ഫേസിങ് ട്രയൽസ്, ഭയങ്കരമായ പരീക്ഷകളിലൂടെ പോകുന്ന ആദ്യ നൂറ്റാണ്ടാണ്. സഭയ്ക്കെതിരെ അതിഭയങ്കരമായ പീഡനങ്ങൾ വന്ന കാലമാണ്. ഭയങ്കര പ്രശ്നങ്ങളിലൂടെ പോകുന്ന കാലത്താണ് അദ്ദേഹം എഴുതുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ ചോദിച്ചാൽ മതി, കിട്ടും. സോ ഹി ഡസ് നോട്ട് സേ ഇഫ് യു ലാക്ക് സ്ട്രെങ്ത്, ഇഫ് യു ലാക്ക് റിസോഴ്സസ്, നിങ്ങൾക്ക് ശക്തി കുറവാണെങ്കിൽ അല്ലെങ്കിൽ കാശില്ലെങ്കിൽ വിഭവശേഷിയില്ലെങ്കിൽ അത് ചോദിക്കാനല്ല പറയുന്നത്. ഇഫ് യു ലാക്ക് വിസ്ഡം, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അത് ചോദിക്കാനാണ് പറയുന്നത്. ജ്ഞാനം ചോദിച്ചു വാങ്ങണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജ്ഞാനം എന്ത് ചെയ്യണം? ചോദിച്ചു വാങ്ങണം. ദൈവത്തോട് ചോദിക്കണം. അജ്ഞാനികളോട് പോയി ജ്ഞാനം ചോദിച്ചാൽ വല്ലതും കിട്ടും? ജ്ഞാനമില്ലാത്തവരോട് ചോദിച്ചാൽ കിട്ടുമോ? സോ ഇഫ് യു ലാക്ക് വിസ്ഡം, അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഹൂ ഗിവ്സ് ജനറസ്ലി, അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ധാരാളമായി അവൻ നൽകും. ദാറ്റ് മീൻസ് ഗാഡ് ഈസ് നോട്ട് റിലക്റ്റൻറ്റ് ഇൻ ഗിവിങ് വിസ്ഡം. ജ്ഞാനം നൽകുന്നതിൽ ദൈവത്തിന് ഒരു വിമുഖതയുമില്ല. ഹീ ഈസ് നോട്ട് ഇറിറ്റേറ്റഡ് ബൈ അവർ ക്വസ്റ്റ്യൻസ്, ബൈ അവർ ആസ്കിങ്. നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് മുഷിയൊന്നുമില്ല, ജ്ഞാനം ചോദിച്ചോളാനാണ് പറയുന്നത്. ഹീ ഡിലൈറ്റ്സ് ഇൻ ഗൈഡിങ് ഹിസ് ചിൽഡ്രൻ. മാത്രമല്ല, തൻ്റെ മക്കളെ ജ്ഞാനത്താൽ ഗൈഡ് ചെയ്യുന്നതിൽ കർത്താവിന് സന്തോഷമുള്ളൂ. അങ്ങനെ പറയാനുള്ള പല കാരണങ്ങളുണ്ടത്, അതിലേക്ക് നമുക്ക് പോകാം. ബൈ ദ വേ, വിസ്ഡം ഈസ് നോട്ട് ഇൻ്റലിജൻസ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഐക്യമല്ല, ഇൻ്റലിജൻസ് അല്ല, ഈസ് ഡിവൈൻ ഡയറക്ഷൻ. ദൈവത്താൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ്. വിസ്ഡം ഈസ് നോട്ട് ഹൗ മച്ച് യു നോ. ഒത്തിരി കാര്യങ്ങളറിയാം, അതല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് നോളജ്. വിസ്ഡം ഈസ് നോയിങ് വാട്ട് ടു ഡു, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്നറിയണം, എപ്പോൾ ചെയ്യണമെന്നറിയണം, എങ്ങനെ ചെയ്യണമെന്നറിയണം. വിസ്ഡം ഈസ് പ്രാക്ടിക്കൽ, നോളജ് ഈസ് തിയറിറ്റിക്കൽ. ഒരാൾക്ക് ഒത്തിരി നോളജുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച് കുറേ അറിവുണ്ടെന്നർത്ഥം. എന്നാൽ ഒരാൾ വൈസ് ആണ്, ഇന്ന ഏരിയയിൽ വൈസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്കത് കാര്യം എന്താണ് ചെയ്യേണ്ടതെന്നും അതിനെ ബേസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെ ചെയ്യണമെന്നും പ്രാക്ടിക്കലി, പ്രായോഗികമായി അദ്ദേഹത്തിന് അറിയാം. സോ വിസ്ഡം ഈസ് പ്രാക്ടിക്കൽ നോളജ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒത്തിരി പേർക്ക് അറിവുണ്ട്, പക്ഷേ മണ്ടത്തരേ കാണിക്കൂ. വിസ്ഡം ഇല്ല, നോളജുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സാധനമുണ്ട്, എൻ്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ്. മലയാളം ബൈബിളിലൊക്കെ വിവേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നോളജിൻ്റെയും വിസ്ഡത്തിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജാണ് അണ്ടർസ്റ്റാൻഡിങ്, ഗ്രഹിക്കുക. ഒത്തിരി അറിവുണ്ട്, അത് ഗ്രഹിച്ച് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ആണ് ലൈഫിന് പ്രയോജനമുള്ളൂ. ഒത്തിരി നോളജബിളായിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു ഗുണമില്ല ലോകത്തിന്. നോളജിനെ പതുക്കെ എന്താക്കി മാറ്റണം? വിസ്ഡമാക്കി മാറ്റണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, അത് ഗ്രഹിക്കുന്നതിലൂടെ. ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ മെനി പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്, ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ്, ബട്ട് they still make choices that damage their lives. ബിരുദധാരികളും ബിരുദാനന്ദ ബിരുദധാരികളും ഡോക്ടറേറ്റ് ഉള്ളവരും വലിയ 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 അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുള്ളവരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള, കഴിവുള്ളവരും പലപ്പോഴും മണ്ടത്തരം തീരുമാനങ്ങളെടുത്ത് ജീവിതം തകർത്തിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിവേചിച്ച് സംസാരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 6 വരെ വായിക്കുമ്പോൾ, പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 5-6, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. മുഴു ഹൃദയത്തോടെ നീ കർത്താവിൽ വിശ്വസിക്കുക. ആൻഡ് ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇൻ ഓൾ യുവർ വേസ് സബ്മിറ്റ് ടു ഹിം. നിൻ്റെ വഴികളെല്ലാം അവനെ ഭരമേൽപ്പിക്കുക, ദൈവത്തെ ഭരമേൽപ്പിക്കുക. ആൻഡ് ഹീ വിൽ മേക്ക് യുവർ പാത്ത് സ്ട്രെയിറ്റ്. അവൻ നിൻ്റെ വഴികളെ നേരെയുള്ളതാക്കി ചൊവ്വുള്ളതാക്കി മാറ്റും. സോ
ഇറ്റ് ഈസ് സോ ക്ലിയർ, നോ ഗ്രേ ഏരിയ, ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വളരെ വ്യക്തമായി പറയാം. മുഴു ഹൃദയത്തോടെ, എല്ലാവരും പറയാം, മുഴു ഹൃദയത്തോടെ കർത്താവിനെ വിശ്വസിക്കുക. മുഴു ഹൃദയത്തോടെ. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്നും മനസ്സിലാക്കി, ദൈവത്തെ നമ്മയൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറ. നമ്മേക്കാൾ കർത്താവിന് ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്. വിശ്വസിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ പോരെ. ഒരു ഡോക്ടറുടെ അടുക്കൽ കൺസൾട്ടേഷൻ ചെയ്യുന്നിട്ട്, ഡോക്ടറെ ഇതൊക്കെയാണ് എൻ്റെ രോഗങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഇന്ന മരുന്ന് എനിക്ക് എഴുതി തരണം എന്ന് പറയാനാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകണോ? എനിക്ക് പണ്ടൊരു പ്രാവശ്യം പറ്റിയതാണ്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് ഇന്നതാണ്, ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോയി. ഡോക്ടർക്ക് വയലൻ്റായി. എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? എല്ലാ കാര്യവും താൻ ഇങ്ങോട്ട് പറയണമെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് അതിൻ്റെ ടേംസ് ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് മരുന്നൊക്കെ കുറിച്ച് തന്നു, പക്ഷേ ഞാൻ കഴിച്ചില്ല. എന്ത് മരുന്ന് ഈ ദേഷ്യത്തിൽ കുറിച്ച് തന്നത് എന്നെ കൊല്ലാനാണോ എന്നറിയില്ല. അതുകൊണ്ട് ഞാനത് കൊണ്ടേ കളഞ്ഞു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ദിസ്. നമുക്ക് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലും ഒക്കെ നമ്മൾ ദൈവത്തെ പഠിപ്പിക്കും, ദൈവത്തിന് നമ്മൾ ക്ലാസ് എടുക്കും. ഈ വർഷം ദൈവത്തിന് ക്ലാസ് എടുക്കുന്നത് നിർത്തണം. എൻ്റെ ഒരു സജഷനാണ്, അല്ല എൻ്റെ ഒരു കൽപ്പനയാണ്. ദൈവത്തിന് ഈ വർഷം ക്ലാസ് എടുക്കാൻ പോകരുത്, ദൈവത്തെ പഠിപ്പിക്കരുത് പ്ലീസ്. പകരം ദൈവത്തിൽ നിന്ന് പഠിക്കുക. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട് പഠിപ്പിൻ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെ വായിക്കണം. മാത്യു 11:28, 29, 30. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരൊക്കെ എങ്ങോട്ട് വാ, എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്നോട് കേട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. പക്ഷെ പലരും കർത്താവിയുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒത്തിരി പേര് വന്ന് കർത്താവിനെ പഠിപ്പിച്ചു. അതെങ്ങനെയാണോ, ഇതിങ്ങനെയാണോ, അവനെ ചോദ്യം ചെയ്യാൻ, കുരുക്കാനും വേണ്ടി വന്നു. ഇന്നും പല വിശ്വാസികളും കർത്താവിന് ക്ലാസ് എടുക്കുക, കർത്താവിനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കർത്താവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കർത്താവിനെ കൺവിൻസ് ചെയ്യുക. ആ പരിപാടി ഈ പ്രാവശ്യം അവസാനിപ്പിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലീൻ നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. നിൻ്റെ വിവേകത്തിൽ, നിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഊന്നരുത്. പകരം എല്ലാം അങ്ങോട്ട് കൊടുക്കുക. ഹലോ, എല്ലാം കർത്താവിലോട്ട് കൊടുക്കാൻ. സൂപ്പർ നാച്ചുറൽ ലിവിങ് ഈസ് നോട്ട് അബൌട്ട് മൂവിങ് ഫാസ്റ്റർ. ഈ വർഷം നമ്മൾ സൂപ്പർ നാച്ചുറൽ ആണല്ലോ. അതിൻ്റെ അർത്ഥം ഭയങ്കര സ്പീഡിലങ്ങ് ജീവിക്കുക, അതല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് അബൌട്ട് ബീയിങ് accurately guided by God. ദൈവത്താൽ നയിക്കപ്പെടുക എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. ചില ദിവസങ്ങൾ ശാന്തമാകാം, ചില ദിവസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, ചില ദിവസങ്ങൾ ഒരു സൂപ്പർ നാച്ചുറലും കാണില്ല. പക്ഷേ ദർ ഇസ് എ പാർട്ട് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൺഡേ പ്രസംഗിച്ച ഒരു മെസ്സേജിൻ്റെ ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഗോയിങ് ത്രൂ ദാൽമനൂഥ. ദാൽമനൂഥയിലൂടെയുള്ളൊരു കടന്നുപോക്ക്. ദാൽമനൂഥയിലൂടെ കടന്നുപോക്ക് എന്ന് പറഞ്ഞാൽ, ദാൽമനൂഥ എന്ന് പറഞ്ഞൊരു റീജിയനുണ്ട്. അതിലൂടെ യേശു ശിഷ്യന്മാരും പോയി. ആ പോകുന്ന സമയത്ത് കാര്യമായ മിറക്കിൾസ് ഒന്നുമില്ല, ദൈവശബ്ദമൊന്നും കേൾക്കുന്നില്ല, ടെസ്റ്റ് മണീസ് ഇല്ല, പ്രത്യേകിച്ച് രേഖപ്പെടുത്താനുള്ളൊന്നുമില്ല, സുവിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് എഴുതാൻ പറ്റിയ ഒന്നുമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാൽമനു, പാസിങ് ത്രൂ ദാൽമനൂഥ റീജിയൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ പാച്ചസ് വരും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ദൈവശബ്ദമൊന്നും കേൾക്കുന്നില്ല, വെടിവെട്ടുന്ന പോലെ കർത്താവ് വെടിവെട്ടുന്ന പോലെ ഒന്നും സംസാരിക്കുന്നില്ല, സൂപ്പർ നാച്ചുറലായിട്ട് ഒന്നും കാണുന്നില്ല. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ജേർണി. അതിൻ്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ചെന്നാണോ? അതിൻ്റെ അർത്ഥം കർത്താവ് ഉറങ്ങിപ്പോയെന്നാണോ? അതിൻ്റെ അർത്ഥം കർത്താവ് ലീവിലാണെന്നാണോ? അതിൻ്റെ അർത്ഥം കർത്താവ് ഇനാക്റ്റീവായെന്നാണോ? കർത്താവിന് മൂഡ് സ്വിങ് വന്നെന്നാണോ? കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണോ? നോ, ഹീ ഈസ് ആൻ അൺചേഞ്ചിങ് ഗോഡ്. അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അങ്ങനത്തെ സീസൺസും ഉണ്ട്, യേശുവിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒരു ദിവസമോ ഒരു മാസമോ സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു, ഞാൻ ഈ ദൈവവേദനല്ല, കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഉപസംഹാരത്തിലൊന്നും എത്താതിരുന്നാൽ മതി. സോ വിസ്ഡം ഇസ് ഹെവൻസ് നാവിഗേഷൻ സിസ്റ്റം ഫോർ എർത്ത്ലി ലൈഫ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന GPS അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റമാണ് ജ്ഞാനം. കാരണം ഫെയ്ത്ത് ഹെൽപ്സ് us ബിലീവ്. ഇന്നലെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. വിശ്വാസം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കാൻ നമ്മെ സഹായിക്കുന്നു. വിസ്ഡം ഹെൽപ്സ് us ഡിസൈഡ്. എന്നാൽ ജ്ഞാനം നമുക്ക്
തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആവശ്യമാണ്. വിശ്വാസം മാത്രം പോരാ, ജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെൻഡിലാണ് വിശ്വാസത്തോടുകൂടെ തെറ്റാത്ത ദൈവഹിത പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാം, ഇവിടെ നോക്കുക, വിരൽ ചൂണ്ടി കണ്ണിൽ നോക്കി പറയുകയാണ്, ഈ വർഷം കർത്താവ് വിശ്വാസത്താൽ നിറയ്ക്കും. നിങ്ങളുടെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, അപ്പുറത്തെ വീട്ടിലെ കാര്യമല്ല, അപ്പുറത്തെ സഭയിലെ കാര്യം, നിങ്ങളുടെ കാര്യം പറയുന്നത്, ഇത് കാണുന്ന നിങ്ങളുടെ കാര്യം പറയുന്നത്. കർത്താവ് ഈ വർഷം നിങ്ങൾ വിശ്വാസത്താൽ നിറയ്ക്കും. കർത്താവ് ഈ വർഷം നിങ്ങളെ ജ്ഞാനത്താൽ നിറയ്ക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവഹിത പ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 2026 God is going to open new doors for you, but not every door is your door. മുമ്പിൽ തുറന്നു കാണുന്ന എല്ലാ ഡോറുകളും നിങ്ങൾക്ക് പോകണമെന്നൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൽ, ഒരു ഓഫീസ് സമുച്ചയത്തിലേക്ക് നിങ്ങൾ കയറുമ്പോൾ അവിടെ 36 ഡോറ് കാണും. എല്ലാ ഡോറിലൂടെയും പോയാൽ നിങ്ങളുടെ കാര്യം സാധിക്കും. നിങ്ങൾ പോകേണ്ട ആ ഓഫീസിലൊരാളുണ്ടായിരിക്കും, ഓഫീസറുണ്ടായിരിക്കും, അങ്ങോട്ട് കയറി ചെന്നാൽ മതി. ഒരു ബാങ്കിൽ ചെന്നാൽ പല ക്യാബിനുകൾ കാണും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലോണിൻ്റെ വിഭാഗമാണെങ്കിൽ അങ്ങോട്ടല്ല പോകണ്ടേ. അതിൻ്റെ അപ്പുറത്ത് ഏതെങ്കിലും ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് ആ ക്യാബിനിലോട്ട് കയറി പോയിട്ട് ആവശ്യമുണ്ടോ? സോ തുറന്നു കിടക്കുന്ന എല്ലാ വാതിലുകളും എനിക്കുള്ള വാതിലല്ല. പറ, എഴുത്, ടൈപ്പ് ചെയ്തിട്, കമൻറ്റ് സെക്ഷനിലിട്. തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും എനിക്കുള്ളതല്ല. അതിലത്തെ റൈറ്റ് ഡോർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് വിസ്ഡം. ഹല്ലേലൂയ. കൈയടിച്ചു കർത്താവിന് നന്ദി പറ. പ്രൈസ് ഗോഡ്. സോ വിസ്ഡം ഹെൽപ്സ് യു ചൂസ് ദ റൈറ്റ് റിലേഷൻഷിപ്സ്. ശരിയായ ബന്ധങ്ങൾ, ശരിയായ ഫ്രണ്ട്ഷിപ്സ്, അതുപോലെ സ്പീക്ക് അറ്റ് ദ റൈറ്റ് ടൈം. കൃത്യസമയത്ത് പറയുന്ന വാക്ക്, അതായത് ശരിയായ സമയത്ത് പറയുന്ന വാക്ക്. എങ്ങനെയാണ് ഇതിനെ പറയുന്നത്? വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, അങ്ങനെ എന്തോ അല്ലേ സദൃശവാക്യത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ആപ്റ്റ്. വാവ്. പരിശുദ്ധാത്മാവിൽ നിന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ. വെയിറ്റ് വെൻ അതേഴ്സ് റഷ്. ചില ആളുകളെ തിരക്ക് പിടിച്ച് ചില കാര്യങ്ങൾ ചെയ്യും. ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ഇപ്പം കല്യാണം കഴിച്ചാൽ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ചത്തു. ചില യുവതിയുവാക്കന്മാരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം കല്യാണം കഴിക്കണം, വയസ്സെത്രേ 18, ഇപ്പം കല്യാണം കഴിക്കണം. പക്ഷെ വെയിറ്റ്, ഒരു മാരേജബിൾ ഏജുണ്ട്. അത് ഗവൺമെൻറ് നിശ്ചയിച്ചൊരു ഏജുണ്ട്. അതുകൂടാതെ അവരവർക്കായി ദൈവം വെച്ചിട്ടുള്ള ഒരു ഏജൊക്കെ ഉണ്ട്. ആ മാരേജബിൾ ഏജിൽ വരുമ്പോൾ ഹേസ്റ്റി ഡിസിഷൻസ് എടുക്കരുത്, റഷ് ചെയ്യരുത്. മറ്റുള്ളവരെല്ലാം തിരക്ക് പിടിച്ച് ഓടിക്കയറി പലത് ഇപ്പം തീർന്നു പോകുമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ സാവധാനതയിൽ ദൈവത്തിൻ്റെ പേസിൽ പോകാൻ തീരുമാനിച്ചാൽ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ 29-30 വയസ്സിനടുപ്പിച്ചുള്ള സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും എന്താടാ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഓർക്കുക, എൻ്റെ 2 സഹോദരിമാരും വിവാഹം കഴിച്ചവർക്ക് മക്കളായി. കൂടാതെ ഞാൻ പഠിപ്പിച്ച പിള്ളേർ വിവാഹം കഴിച്ച ആൺപിള്ളേരും പെൺപിള്ളേരും അവർക്ക് മക്കളായി. സാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അയ്യോ, ഐ വെയിറ്റഡ് ഫോർ ഗോഡ്സ് ടൈമിങ്. റൈറ്റ് ടൈം ആയപ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നത് ഞാൻ കണ്ടു. ദാറ്റ്സ് ഇനഫ്. നാളെ ലോകം അവസാനിക്കും, ഇപ്പം എനിക്ക് പെണ്ണ് കിട്ടണം, അങ്ങനെയൊന്നും വിസ്ഡം അതല്ല. ദാറ്റ് ഈസ് നോട്ട് വിസ്ഡം, ദാറ്റ് ഈസ് ഹേസ്റ്റി ഡിസിഷൻ. ജീവിതകാലം മുഴുവൻ അനുഭവിച്ചു. അതുപോലെ ആക്ട് വെൻ അതേഴ്സ് ഹെസിറ്റേറ്റ്. ചിലപ്പോൾ ആളുകളെല്ലാവരും മടിച്ചു നിൽക്കുമ്പോൾ അവിടെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിസ്ഡം, ദൈവത്താൽ. ഇത് കേൾക്കും മക്കളെ. കൊച്ചു ദാവീദ് 17 വയസ്സെങ്ങേ ഉള്ളൂ. അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കേൾവി കേൾക്കുന്നത്. 40 ദിവസമായിട്ടൊരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ സകല പട്ടാളം വന്ന് നിൽക്കുന്നു. അപ്പുറത്തുനിന്ന് ഫിലിസ്തീന്മാരുടെ ഒരു മല്ലൻ മിസ്റ്റർ ഗോലിയാത്ത് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും വാല് ചുരുട്ടി ഓടുക. 40 ദിവസമായി ഇതുപോലെ ദൈവജനത്തിൻ്റെ ദൈവത്തെയും നിന്ദിക്കുന്നു. പക്ഷേ എല്ലാവരും അറച്ചും പേടിച്ചും മടിച്ചും റിവേഴ്സ് ഗിയറിൽ പോകുമ്പോൾ ആ സമയത്ത് തൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകം വന്നിട്ട് ഒറ്റ ഓട്ടം മുന്നിലേക്ക് ഓടി അവൻ്റെ കവിണയുടെ കല്ല് കറക്കി മല്ലനെ താഴെയിട്ട് അവൻ്റെ തല വെട്ടി അത് തൂക്കിയെടുത്തുകൊണ്ട് പോയി കൊണ്ടു കൊടുത്തു. റൈറ്റ് ടൈം, ആ ഡിസിഷൻ. ഹല്ലേലൂയ. യാക്കോബോട് പറയുന്നത് God gives wisdom without finding fault. കുറ്റമൊന്നും കാണാതെ. എൻ്റെ അർത്ഥം,
കർത്താവേ എനിക്ക് ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണേ, ആ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന ഇഷ്ടമാണെന്ന്. കർത്താവിൻ്റെ മുഷിച്ചിലൊന്നും ഉണ്ടാവില്ല. കാരണം കർത്താവിന് നമ്മേക്കാൾ കൂടുതലൊക്കെ കാര്യങ്ങൾ അറിയാം. ഈ വർഷം രണ്ട് കൈ നീട്ടിയാൽ ഈ വർഷം ജ്ഞാനത്തോടെ തീരുമാനമെടുക്കുന്ന വർഷമായിരിക്കണം. അതെങ്കിലും തീരുമാനിക്കും. ഒത്തിരി പേര് പരാജയപ്പെടുന്നവരുടെ ജീവിതത്തിൽ വലിയ കുടുംബാവം ചെയ്തിട്ടൊന്നുമല്ല, പക്ഷേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ടും തിരഞ്ഞെടുപ്പുകൾ എടുക്കാത്തതുകൊണ്ടുമാണ്. ഈ എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗി 10:10 പറയുന്നത്, ഇഫ് ദ ആക്സ് ഇസ് ഡൾ ആൻഡ് ഇറ്റ്സ് എഡ്ജ് unsharpened, more strength is needed, but skill will bring success. ഈ ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലെങ്കിൽ കൂടുതൽ ബലം ഉപയോഗിക്കേണ്ടി വരും. കത്തിക്ക് മൂർച്ചയില്ല, വാക്കത്തിക്ക് മൂർച്ചയില്ല, വാളിന് മൂർച്ചയില്ല. ഭയങ്കരമാണ്. എൻ്റെ അമ്മ പണ്ട് കിച്ചണിൽ ഇത് ഏതെങ്കിലും കത്തി കൊണ്ട് അരിയുന്ന സമയത്ത് മുറിഞ്ഞില്ലെങ്കിൽ പറയും, എടാ കഴുത്ത് കണ്ടിച്ചാൽ മൂക്കിൽ കൂടി ചോര വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ട്രെയിൻ കൊണ്ട് മൂക്കിലൂടെ എന്നിട്ട് കഴുത്ത് മുറിയുന്നില്ല എന്നതുപോലെ ആകരുത്. വിസ്ഡം സേവ്സ് എനർജി. ജ്ഞാനമുണ്ടെങ്കിൽ ഒത്തിരി ചെലവ് അല്ലെങ്കിൽ എനർജി പാഴാക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സോളമൻ്റെ കാലത്തൊരു വളരെ ഡിഫൈനിങ് മൊമെൻ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. ദൈവം ഒന്ന് ചോദിച്ചു, ആവശ്യമുള്ളതൊക്കെ പറ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അദ്ദേഹം ഒരിക്കലും എനിക്ക് ദീർഘായുസ് വേണം, എനിക്ക് കാശ് വേണം, ശത്രുക്കളുടെ മേൽ ജയം വേണം, ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ദൈവമേ, ഈ മഹാസാഗരം പോലെ കിടക്കുന്ന, കടൽ തീരത്തെ മണൽത്തരി പോലെ കിടക്കുന്ന ഈ ജനത്തെ പരിപാലിക്കാൻ ജ്ഞാനം തന്നാൽ മതി. ഗോഡ് വാസ് സോ പ്ലീസ്ഡ്. അതോടെ അവൻ്റെ ജീവിതം മൊത്തം മാറിപ്പോയി. മറക്കരുത്, നിങ്ങൾക്ക് ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ വണ്ടി ഓടിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സ്ഥലത്ത് ജംഗ്ഷനിൽ നിർത്തി ചായക്കടയിൽ ഇങ്ങോട്ട് പോകുന്ന വഴി, ഞങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത്. ഈ ഇടത്തോട്ടാണ് എങ്ങോട്ടാണ് പോകണ്ടേ, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ എത്രയോ സ്ഥലങ്ങൾ നിർത്തണം. എന്നാൽ GPS ഉണ്ടെങ്കിൽ അതങ്ങനെ ഓണാക്കി, അല്ലേ, ഗൂഗിൾ മാപ്പ് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഓണാക്കി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് നോക്കി അങ്ങ് ഓടിച്ചാൽ മതി. എത്ര എളുപ്പമാണ്. ജ്ഞാനമുണ്ടെങ്കിൽ ഇതുപോലെ പോകാമെന്നാണ് ഞാൻ ഈ പറയുന്നത്. സോ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റെഡിയാണോ? കൈ ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ച്, കർത്താവേ, ഇത് കേട്ട എല്ലാവരും ഈ വർഷം ജ്ഞാനത്താൽ നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാണമില്ലാതെ ഞങ്ങൾ ചോദിക്കുകയാണ്. യെസ് ഫാദർ, വി ആസ്ക് വിതൗട്ട് എനി ഷെയിം. Lord, give us wisdom, saturate us with wisdom and the spirit of revelation, Father. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്താണെങ്കിലും നട്ടലൊക്കെ സൗഖ്യമാകുന്ന എനിക്ക് കാണാം. യേശുവിൻ്റെ നാമത്തിൽ നട്ടല് സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകൾ സൗഖ്യമാകട്ടെ. പെയിൻ മാറിപ്പോട്ടെ. ആമവാദം പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വായ്ക്കകത്ത് സൗഖ്യങ്ങൾ നടക്കുന്ന ക്യാൻസർ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സാമ്പത്തികമായ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. ബ്ലസ് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. So God bless you. See you tomorrow. Bye-bye.